എടി സ്വർണം മേടിച്ചോണ്ട് പോയി ഈ എല്ലാം കഴിഞ്ഞിട്ട് ഇനി സ്വസ്ഥത തരുമെന്ന് പറഞ്ഞ് നിന്റെ അമ്മയുടെ അടുത്താണ് കിട്ട് കയറുന്നത്. ഇപ്പൊ ലോക്കറ്റിനും ചോദിക്കുന്നു. അതെ മോനെ, എന്റെ ലോക്കറ്റ് വേണം നോക്ക്. അമ്മയുടെ ലോക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് പൈസ ഇടുമ്പോ തിരിച്ചടയ്ക്കും. എനിക്ക് ബിസിനസ് പൊളിഞ്ഞു പോയതല്ലേ. ബിസിനസ് മനുഷ്യന്മാര് വിചാരിച്ചിട്ടാണ് പൊളിയുന്നത്. പൊളിഞ്ഞു പോയി. മര്യാദക്ക് ഈ 4 കാലം നിൽക്കാതെ 2 കാലം നിന്നിരുന്നെങ്കിൽ ബിസിനസ് പൊളിയത്തില്ലായിരുന്നു. നിന്റെ സ്വഭാവം കുഴപ്പം കൊണ്ടാ. ഒരു പുക ബിസിനസ് തുടങ്ങിയിട്ട് അതിനപ്പുറത്തോട്ട് അതിന്റെ പരസ്യത്തിന് വേണ്ടി 1000 രൂപയല്ലേ നീ മുടക്കിയത്. പൊഹയായില്ലേ പൈസയൊക്കെ? ഞങ്ങളും കൂടെ അനുഭവിക്കേണ്ട സ്വത്തല്ലേ അമ്മ കൊണ്ട് കിടക്കുന്നത്. ഇപ്പൊ ഞാൻ മിണ്ടാതിരിക്കണത് എന്താ വെച്ചാല്, വള ഞാൻ എടുത്തു തരണമല്ലോ. എടുത്ത് തന്നിട്ട് ഞാൻ ബാക്കി പറയാട്ടാ. അതുകൊണ്ടൊന്നും അല്ല, നിന്നെ കൊണ്ട് ഇത് മാന്യമായിട്ട് തീർക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എടുത്തു തരും. എടുത്തു തരാൻ തരും. മര്യാദക്ക് സംസാരിക്കുന്ന ഒരു അനിയത്തി. ഇപ്രാവശ്യം പന്ത് ചേട്ടന്റെ ഗോൾ പോസ്റ്റിലാണ്. അടുത്ത പ്രാവശ്യം എന്റെ പോസ്റ്റിലേക്ക് വരും. അപ്പൊ ഞാൻ കാണിച്ചു തരാം. ഇനി ഇതിപ്പോഴെ നിന്നാണ്ടല്ലോ, നിന്നെ ബോളടിച്ച് തെറിപ്പിക്കുന്നതിനെ തെറിപ്പിക്കും. പേടിച്ചിട്ടല്ല സരിത പോണത്, പൈസ സംഘടിപ്പിക്കാം. പോരെ? എളുപ്പം സംഘടിപ്പിച്ചു വന്നോണം. എളുപ്പമല്ല, സൗകര്യം. ഒരാഴ്ച സമയല്ലേ, അതിന് മുമ്പ് തരണ പോരെ? തരും. അല്ലെ ഞാൻ അങ്ങോട്ട് വരും. നിന്ന നിപ്പിന് എസ്കേപ്പ് ആകുന്ന സാധനം ഇന്ന് എന്നെ എടുപ്പിക്കണം. തീർച്ചയായിട്ടും എടുപ്പിക്കാടി, എടുപ്പിക്കും ഞാനത്. തേങ്ങ പറയണ മറന്നു. നീ മാറും. ഞാൻ എന്ത് ചെയ്യുന്ന പറഞ്ഞു? നിങ്ങൾ കൂടു പറഞ്ഞോണ്ടിരുന്നേ. എടി എന്റെ വള എടുത്തോട്ട് തരണന്നാ പറഞ്ഞ. അവള് വേറെ ഒന്നും പറഞ്ഞില്ലേ നിന്നെ പറ്റി കേട്ടാ. അവളെ ഇട്ട് കയറാൻ പറ്റൂ. ലോക്കറ്റ് ഇവിടെ വെച്ചേ, അതിൽ തന്നെ കണ്ണു വരുന്നുണ്ട്. അത് മുക്ക് കൊണ്ടാണ് ചേച്ചി. അത് നിന്നോട് പറഞ്ഞതല്ലേ, എനിക്കറിയാതെ ഗോൾഡാന്ന്. അപ്പൊ അമ്മ അത് മതി. അമ്മ ഞാൻ തിരിച്ചു തരാം. ഇനി തരില്ല, ഇതും കൂടെ തരാൻ വേണ്ടിയല്ലേ. പോടി അവിടുന്ന്. അമ്മ എന്തിനാണ് ഇത്തിരി പ്രായത്തിൽ ഇത്ര സ്വർണ്ണം കിട്ടടക്കണത്? 5-8 ഹലോ, എവിടത്തേക്കാ കേറി പോന്നേ? എവിടത്തേക്കാ കേറി പോന്നത് മോള്? ഇത് എന്റെ 4 മക്കൾക്കുള്ളതാ, എനിക്കല്ല. അപ്പൊ എന്റെ മോളെന്താ ആകാശത്ത് നിന്ന് തവിട് കൊടുത്ത് മേടിച്ചത്? കട്ടിച്ചു വിട്ടതേ. നിങ്ങൾ കുറെ പൈസ കൊണ്ടല്ലേ വന്നത്? ഞാനിവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ അന്തസ്സോടെ ജീവിക്കുന്നുണ്ട്. ഞാനും അന്തസ്സോടെ തന്നെ ജീവിക്കുന്നത്. ഞാൻ എന്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞ ഈ സ്വത്തില് എനിക്ക് ഈ വീടിന്റെ പകുതി എനിക്കുള്ളതാണ്. ചോദിക്കാൻ വന്നിട്ട് ഇടക്കിടക്ക് വന്നിട്ട് ഇങ്ങനെ മേടിച്ച് കൊണ്ടുവന്ന് ചോദിക്കും. അവളോട് എന്തോ ചോദിക്കാനാ? ഉള്ളത് മുഴുവൻ മൂറ്റി കൊടുക്കാൻ ഇവിടെ ആളിരിക്കുകയല്ലേ. തിരിച്ചു തരാൻ പോകുന്ന സാധനല്ലേ, അല്ലാണ്ട് ആവിയായി പോയതല്ലല്ലോ. അല്ല നിക്കട്ടെ, ഏത് വളയാ കൊടുത്തത്? എടി അത് ആ കനമുള്ള വളയാണെന്ന് തോന്നുന്നു. കുറെ ഉണ്ടായിരുന്നല്ലോ അമ്മ. കൂറിവിടെ ചോറിവിടെ കൂറിവിടെ അവിടെ വെള്ളിക്കല്. എനിക്ക് ആരുടെ കൂറൊന്നും കിട്ടില്ല. അറിയാണ്ട് ഞാനൊരു വള മേടിച്ചു പോയി. അത് ഞാൻ ബിസിനസ് വലുതാവും ചോദിച്ചു വാങ്ങിച്ചത്. നിർത്ത്. ഇതിപ്പോ ബാങ്കിൽ നിന്ന് മറ്റേ നോട്ടീസ് വന്നോണ്ടല്ലേ ഞങ്ങൾ ഈ വള തന്ന ഊര് അറിഞ്ഞത്. ഇല്ലെങ്കിൽ അറിയുമായിരുന്നു. പക്ഷെ അതമ്മ നമ്മളോട് ചെയ്തത് ചതിവാ. ഇതല്ല ഇത് കൂടാതെ എന്തൊക്കെയോ അമ്മ കൊടുത്തിട്ടുണ്ട്. അതല്ലേ മുഖത്തൊരു ഒരു ഞാനൊന്നും കൊടുത്തിട്ടില്ല. ഇതെന്റെ മകളല്ലേടാ. അവളൊരു ആവശ്യം വന്നപ്പോ ഞാൻ ഒരെണ്ണം കൊടുത്തു. എന്നാ അച്ഛന്റെ സ്വർണ്ണപ്പല്ല എവിടെ? സ്വർണ്ണപ്പല്ലിലേക്ക് കിടക്കേണ്ട ആവശ്യം എന്താ? ഇവിടെ വളയുടെ കാര്യമല്ലേ നമ്മൾ സംസാരിക്കുന്നേ. കേട്ടല്ലോ. അല്ല നമുക്കത് അറിയണം. സ്വർണ്ണപ്പല്ല ഇവിടെ ആദ്യം ഞാൻ വെക്കേണ്ട അടുത്ത് വെച്ചിട്ടുണ്ട്. അത് നിങ്ങളെപ്പോ കാണിക്കുന്നില്ല. അത് സരിതയ്ക്കാണോ കൊടുത്തിരിക്കുന്നത്? സരിതയുടെ മകൾക്കാണോ കൊടുത്തത്? എടാ ഞാൻ എന്തെങ്കിലും തീരുമാനിച്ചോളാം. നിങ്ങൾ അതിനെപ്പറ്റി ബേജാറാവണ്ടെന്ന്. ഇത് തന്നെ ഞാൻ പറഞ്ഞത്. എന്തെങ്കിലും ഗുരുമാലി പോയി ചോദിച്ചിട്ട് പിന്നെ വരും എടാ പ്രകാശ മകനെ. പലിശ അടച്ചിട്ടില്ലെങ്കിൽ ലേലത്ത് പോവേ, വള ലേലത്ത് പോവും. എത്ര പവന്റെ വളയാ കൊടുത്തത് എനിക്കറിയണം. അമ്മ ഒരു വള എടുത്ത് ചേട്ടനെ കൊടുക്ക്. അപ്പൊ ചേട്ടനുള്ള പ്രശ്നം തീരും. നമ്മൾ അങ്ങനത്തെ സ്വഭാവം പഠിച്ചിട്ട് ഒരു വള എനിക്ക് ഒരു വള ചേട്ടനും. അപ്പൊ ചേട്ടൻ എല്ലാ പ്രശ്നം തീർന്നു. ഇത് ഓർമ്മ കിട്ടാത്തന്റെ പ്രശ്നമാണ് എന്നെ മേക്കിട്ട് കയറുന്നത്. ബിസിനസ് ആവുമ്പോ എങ്ങനെയൊക്കെ ഉണ്ടാവും. എനിക്ക് അങ്ങനത്തെ വളയൊന്നും വേണ്ട. ഞാൻ മാന്യമായിട്ട് പണിയെടുക്കുന്നുണ്ട്. അമ്മയുടെ വള കൊണ്ടുപോയി നീ പുട്ടടിച്ചിട്ട് അതിന് എന്റെ വായ അടപ്പിക്കാൻ വേണ്ടി എനിക്കും കൂടെ വള തരാൻ. അയ്യോ അവളെ പിടിച്ച് ഞെക്കല്ലടി. പറഞ്ഞത് കേട്ടില്ലേ? ഒരു വളയെടുത്ത് കൊടുക്കുക എന്നൊരു പ്രശ്നം തീരുന്നു. അവനെ ഞാൻ വള കൊടുക്കൂല. അവനെ ഞാൻ വള കൊടുക്കുന്നു പ്രതീക്ഷിക്കാൻ വേണ്ട. അത് കൊള്ളാലോ. ഈ രാക്ഷസി മേത്ത് കൈയായിട്ട് അങ്ങനെയല്ല അവള് ഉദ്ദേശിച്ചത്. അവള് മേടിച്ച വളക്ക് നമ്മൾ ചോദിക്കാതിരിക്കാൻ വേണ്ടിട്ട് അമ്മയുടെ ഒരു വളയെടുത്ത് പ്രകാശേട്ടന് കൊടുക്കുന്ന അവള് പറഞ്ഞത്. എനിക്ക് ബോധം പോയില്ല പൊണ്ണേ. പിന്നെ ഇല്ലല്ലോ എന്റെ അമ്മക്ക്. അല്ല അമ്മയുടെ മോനല്ലേ അമ്മ കൊടുത്തൊരു വള. അപ്പൊ ചേട്ടന്റെ വായ അടഞ്ഞോളൂ. വേണ്ട, ഞാൻ ആർക്കും തരും. രണ്ടും കൂടെ അടിക്കൊള്ളോ? ആരാംശം പറയുന്നത് കേൾക്കുന്നില്ലേ? എന്നെ തന്നെ ഞാൻ തിരിച്ചു ഞാൻ. നിങ്ങൾ എന്നെ തല്ലിയത് കണ്ടില്ല? ഈ തല്ലാര് പറഞ്ഞു നിന്റെ ആണായിട്ട് നോക്കി നിൽക്കാനാ നീ. ഞാൻ പോലീസ് വിളിക്കും. കുടുംബത്തെ തലം പോലെ ഉണ്ടാക്കാതെ. എന്നെ തല്ലിയപ്പോ ഒന്ന് സമാധാനായില്ലേ നിങ്ങൾക്ക്? നീ അവളെ തല്ലിയത് എന്തിനാ? അതുകൊണ്ടല്ലേ അവള് തിരിച്ചു തല്ലിയത്. അത് അവളെ അനാവശ്യം പറഞ്ഞതുകൊണ്ടാ തല്ലിയത്. വളയുടെ പേര് ഇവിടെ നിന്നോട് വളയുടെ സമാധാനം തന്നെ. നിങ്ങൾ എന്താ അത് കേട്ടിട്ട് മിണ്ടാതിരുന്നേ? തല്ലിയതല്ല അവൾ ആ പറയുന്ന കേട്ടിട്ട് നിങ്ങൾ എന്താ മിണ്ടാതിരുന്നേ? അപ്പൊ വളം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ സമാധാനത്തോടെ ഇരിക്കും. ഞാനല്ലേ ആദ്യം സംസാരിച്ചത്. നീ എന്റെ വള തന്നെ ഇപ്പൊ അലമാര തുറക്കുന്നു വിചാരിച്ചിട്ട് ഇപ്പം
ഇല്ല കാണുന്നില്ല. അല്ല എന്തിനാ ഇവിടെ നിൽക്കുന്നത്? പോയാ രണ്ടും ഇറങ്ങി എന്റെ മുറിയിൽ നിന്ന് ഇറങ്ങി പോടുന്നു. നിധി വെച്ചിരിക്കുകയാണല്ലോ മുറിക്കകത്ത്. ഇറങ്ങി പോടുന്നു രണ്ടും. ഇറങ്ങി പോകാനാ പറഞ്ഞു. എടാ പ്രകാശ വിളിച്ചോണ്ട് പാടാ നിന്റെ ഇങ്ങനെ പുഴുങ്ങി എല്ലാം കൂടെ വച്ചോ കേട്ടോ. എന്നിട്ട് അവസാനം ഇതുപോലെ ഇങ്ങനെ വറുത്തിക്കൊണ്ട് പോകും മകള് വന്ന്. കൊള്ള രണ്ട് മക്കള് ചത്താ മതി എനിക്കിനി.